മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടൊരു ടീ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. കോളിഫ്ലവർ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, എണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, കടലമാവ്, മൈദ, കോൺഫ്ലോർ, വെള്ളം, അര നാരങ്ങ, കുരുമുളക് പൊടി, ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ കുഞ്ഞു പാത്രം എടുക്കും. അതിലേക്ക് കോളിഫ്ലവർ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിച്ചാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മസാല, 1.5 സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ് കുറവാണ്, നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി. ഇത്ര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കും. കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം. അതിനുശേഷം അര നാരങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പിടിച്ചു കൊടുക്കും. ഇനി 1 മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടും. കുറച്ച് കടലമാവ് മാത്രം ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് കടലമാവിൻ്റെ മൈദ ഇടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കടലമാവ് മാത്രം ഇട്ടാൽ മതി, ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുറച്ച് കോൺഫ്ലോർ, കുറച്ച് മൈദ, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സോസ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് നിർബന്ധമില്ല. 1 സ്പൂണോളം ചില്ലി സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം 2 സ്പൂണോളം ടൊമാറ്റോ സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പാൻ വെക്കാം. പാൻ വെച്ച് ചൂടാക്കിയേക്കാം. പാനത്ത് ചൂടാകുന്നുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാൻ നേരം നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പയ്യെ. ബാക്കി നമുക്ക് അടുത്ത ഇടത്തില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലോണം മൊരിയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയോടെ അതിലേക്ക് ഇടാം. ഇനി നമുക്ക് അത് നല്ലോണം കോരി എടുത്തേക്കാം. നല്ല മണമനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കൂടെ അതിലേക്ക് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ലോഫ്ലെയിമിൽ തന്നെയായിട്ട് ഒന്ന് തേച്ച് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്നും നിങ്ങളത് വേവിക്കരുത്. ഇട്ടതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ഇടണം. കാരണം ഇതിൻ്റെ അകം ഒന്ന് വെന്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് കരിച്ച് കളയത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടെ കരിയാതെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ചോടെ പോകാം. രണ്ടാമത്തെ ബാച്ചോടെ കോരി എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇങ്ങനെ നല്ലോണം കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അടിപൊളിയാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയാണ് ഇടുവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ വീഡിയോസുമായി നിങ്ങളിലേക്ക് വരും.